അബ്ദുൽ ഹമീദ്, യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് വി ഡി സതീശനോടുള്ള അതേ നിലപാടാണോ നിതിൻ കണിച്ചേരിയോട്? രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യമാണ്. ഒരു അടിസ്ഥാനരഹിതമായ ഒരു ചോദ്യമല്ല. നിങ്ങളുടെ പിന്തുണ കൊണ്ട് ജയിക്കരുതെന്നാണ് രണ്ടുപേരുടെയും നിലപാട്. അത് മാറി മാറി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ വോട്ടിന്റെ മൂല്യം നിർണ്ണയിക്കാൻ ഞങ്ങൾ ഇവരെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണല്ലോ പറയണത്. ഓക്കെ, അതിന് മറുപടി പറയേണ്ട, പറയാതിരിക്കാനും താങ്കൾക്ക് അവകാശമുണ്ട്. ഞാൻ വരാം. ശ്രീ തൗഫീഖ് രാജൻ, ഇത് ശുദ്ധമായ SDP എന്നൊരു പാർട്ടിയെ മുന്നിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് മുന്നണികളും ശുദ്ധമായ കാപട്യമാണ് നടത്തുന്നതെന്ന് തമിഴ്നാടിന്റെ ഉദാഹരണം വെച്ച് പറയാൻ കഴിയും. അതെങ്കിലും സമ്മതിച്ചുകൂടെ? അല്ല അജിംസേ, ഇവിടെ പലകുറി തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഞാൻ അജിംസിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് തമിഴ്നാട്ടിലെ ഏതെങ്കിലും SDP നേതാക്കൾ ഇത്തരത്തിൽ കോൺഗ്രസുമായി ചർച്ച നടത്തി കോൺഗ്രസിന് പിന്തുണ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന ഏതെങ്കിലും CPM എല്ലാം എന്റെ അജിംസ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തമിഴ്നാട്ടിലെ SDP പിന്തുണയ്ക്കുന്നു എന്ന ഏതെങ്കിലും ഘട്ടത്തിൽ SDP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനിപ്പുറത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ CPM പിന്തുണയ്ക്കുന്നു, CPM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. ഇവിടെ CPM സ്ഥാനാർത്ഥിയെ നിർത്താതെ CPM ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യം മാറുകയാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നു എന്ന് എല്ലാ ദിവസവും കോൺഗ്രസ് പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഒറ്റ മുന്നണിയിലാണ്. അതുപോലെ നിങ്ങൾ ഒരേ മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ. ഇവിടെ മത്സരിക്കുന്ന CPM പോലും. അജിംസെ, ഞാൻ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് സ്ഥിരീകരിക്കാത്ത കുറെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ കേരളത്തിൽ SDP സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് വന്നിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ, മീഡിയ വണ്ടിന്റെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നാണ് പറയുന്നത് ഞങ്ങൾ SDP പിന്തുണയ്ക്കുന്നു. നേമത്തെ ഇടതു സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, CPM പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ SDP ആരാണ് കാലാകാലങ്ങളിൽ സന്ധി ചെയ്ത് മുന്നോട്ട് പോയത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കം ഇറക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഇവിടെ അജിംസിന് അറിയാമല്ലോ, കണക്കുകൾ പരിശോധിക്കാം. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി മത്സരിക്കാൻ ശ്രമിച്ച ആളുകളാണല്ലോ ഈ CPM നേതാക്കന്മാർ. അവിടെ അടിയൂർ ഗ്രാമപഞ്ചായത്തുണ്ട്. ആ അടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 11ാം വാർഡുണ്ട്. ആ വാർഡിൽ ആരാണ് ജയിച്ചത് എന്നാ നിതിൻ കണിച്ചേരി ഒന്ന് വ്യക്തമാക്കാമോ? എന്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ SDP ആണ് ജയിച്ചത്. CPM ശക്തി കേന്ദ്രത്തിൽ CPM സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം 3 അപ്പോൾ ഇതിൽ കൂടി കാര്യങ്ങൾ വ്യക്തമാണ്. ആരോടാണ് ഏതെല്ലാം കാലഘട്ടത്തിൽ സന്ധി ചെയ്തതെന്നും ആരെല്ലാമാണ് ഏതെല്ലാം ഘട്ടത്തിൽ കോംപ്രമൈസ് ചെയ്തതെന്നും. അതിനപ്പുറത്തേക്ക് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ശബരിമല ക്ഷേത്രത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരുന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിതിൻ കണിച്ചേരിക്ക് എന്തിനാണ് ഇത്ര വേദന? അദ്ദേഹം അപ്പൊ ഇതിൽ കൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞു വെച്ചതുപോലെ എവിടെയൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ചെന്നാലും ആ ഘട്ടങ്ങളിലെല്ലാം അവിടെയെല്ലാം അദ്ദേഹം അവിടുത്തെ ക്ഷേത്രങ്ങളെ പറ്റി പ്രതിപാദിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ വരുമ്പോൾ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നഗ്നപാതരായി 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി അവിടെ അയ്യപ്പനെയും കണ്ട് പിന്നീട് മാളികപ്പുറത്തും ദർശനം നടത്തി വാവരുനടയിലും എത്തി ഏറ്റവും ഒടുവിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ഹൃദയം വേദനിപ്പിക്കുന്ന തരത്തിൽ അയ്യപ്പന്റെ ആഭരണങ്ങളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം കോടികൾ ലാഭത്തിന് വിറ്റുതൊളിച്ച് കട്ടുമുടിച്ച് മുന്നോട്ട് പോയ ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റിനെതിരെ, അതിന്റെ നേതാക്കന്മാർക്കെതിരെ ഒരു അക്ഷരം പോലും വാക്കാലോ പറയാൻ സാധിക്കാതെ പോയ ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ആരോടാണ് ഡീലുമായി മുന്നോട്ട് പോയതെന്ന്. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? ഇവിടെ CPM അടക്കമുള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഇവർ RSSനെതിരെ ശക്തമായി പോരാടി, ഞങ്ങൾ RSSനെതിരെ യുദ്ധം നയിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ ഞാൻ അതാണ് ഉദാഹരണ സഹിതം പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് RSSന്റെ ഓർഗനൈസർ ആയിട്ടുള്ള ബാലശങ്കറാണ്. ഈ ബാലശങ്കറിന്റെ പ്രസ്താവന നിങ്ങൾ തള്ളി പറയാൻ തയ്യാറാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഔദ്യോഗിക വാഹനം BJP CPM നിങ്ങളുടെ ആരോപണം തന്നെ ഒരുപാട് ചർച്ച ചെയ്താണ്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ SDP കുറിച്ചുള്ള എന്റെ ചോദ്യങ്ങൾക്ക് രണ്ടുപേർക്കും മറുപടിയില്ല. ഈ രണ്ട് പാർട്ടികളുടെയും SDP സമീപനത്തെക്കുറിച്ച് ചോദ്യത്തിന് കൃത്യമായ മറുപടി അബ്ദുൽ ഹമീദ് മാസ്റ്ററും കഴിയുന്നില്ല.